നീ വേഗം വിട്ടോ. വണ്ടി വിടറാ പോലീസിന് മുമ്പേ. ഓട്ടപ്പാട്ട കണ്ടപ്പോഴേ ഞാൻ കരുതിയോ പഴയൊന്ന്. ഓട്ടപ്പാട്ട സ്റ്റാർട്ട് ആകുന്നില്ല, ഒന്ന് ഇറങ്ങി തള്ളേ. അകത്തായത് തന്നെ. ഒന്ന് തള്ളന്നേ. അനങ്ങണില്ല. ചങ്ക് പൊട്ട അയാളിപ്പോ വരും. ഞാൻ കൂടെ ഇറങ്ങാം. നീ ഇറങ്ങാം. നീ കൂടെ ഇറങ്ങ. പിടിക്കാതെ ഇങ്ങോട്ട് പിടിക്കാതെ അവനെ കയറി ഇരിക്കട്ടെ. എല്ലാവരും കൂടെ തള്ളിയാലേ വണ്ടി പോവുള്ളൂ. അയ്യോ നമ്മള് കയറണ്ടേ? റിപ്പയറിന് വന്ന കാറ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചോ പോട്ടെ. അതിടിച്ച് പപ്പടമാക്കിയതിന് ആരുത്തരം പറയും? മനഃപൂർവ്വം ഇടിച്ച് പപ്പടമാക്കിയതല്ലോ ഗുരുവേ. വണ്ടി സ്റ്റാർട്ടാക്കാൻ തള്ളിയപ്പോ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം? ആ കാർ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അറിയാം, വല്ല ആക്രിക്കടയിലും കാണും. അല്ല, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, അതെപ്പ കൊണ്ടുപോയി? പോടോ. ഡോക്ടറോട് ഞാൻ എന്ത് സമാനം പറയും? അയാൾ സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുനടന്ന കാറായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കാൻ പറ്റിയ സാധനം. ശവപ്പെട്ടിക്ക് 4 ടയർ. ഒരിക്കൽ ഭ്രാന്ത് വന്ന് ആശുപത്രിയിലായി. അവിടുന്ന് ഭേദമായി തിരികെ വന്ന് എന്റെ കയ്യും കാലും താങ്ങി ഒരു പണി കിട്ടിയപ്പോ വീണ്ടും തുടങ്ങി എനിക്ക്. ഇനി ഇവിടെ പണിയില്ല, ഒരു കുന്തമില്ല. പോണം. പണിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? ഇവിടെ വേറെയും വർക്ക്ഷോപ്പുകളുണ്ട്, അത് ഓർത്തോ. 5-6 കൊല്ലം പാട്ടയും ചുരണ്ടി ഇവിടെ ഇരുന്നില്ലേ? ഈ കൃഷ്ണൻ വന്ന ശേഷമാണ് ഈ വലിയ കെട്ടിടവും കോപ്പും ഒക്കെ ഉണ്ടായത്. ഇവിടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നും ഇല്ലല്ലോ അടിച്ചു മാറ്റാൻ. ആരെങ്കിലും ഒരു കൊച്ചു മാരുതി കാർ കൊണ്ടുവന്നിട്ടിരുന്നെങ്കിൽ. തൽക്കാലം ഇത് മതി. 2 സ്മാളിനുണ്ട്. ഗുരുവേ, താൻ പോയില്ലടോ? ഇല്ല, ഇതെനിക്ക് വേണ്ട. എന്നാ പോയിക്കോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറ. തന്റെ അപ്പനാണോ ഭ്രാന്ത്? ആരാ? എന്താ വേണ്ടേ? ഹുവായോ? ഒരു വീട്ടിൽ കയറി വന്നിട്ട് ഹുവാറിന്ന് ചോദിക്കുന്ന മര്യാദയാണോ? പുരുഷന്മാർ മാത്രം താമസിക്കുന്ന വീട്ടില് നിങ്ങൾക്കെന്താ കാര്യം?